കോൺഗ്രസിനുള്ളിലെ അണിയറ കഥകൾ വെളിപ്പെടുത്തിയ കെ.വി. തോമസിന്റെ പുസ്തകം വിവാദത്തിൽ. കെ കരുണാകരനും സോണിയാഗാന്ധിയും അകലാൻ കാരണം പത്മജ വേണുഗോപാലിന്റെ സീറ്റ് നിഷേധിച്ചതിനെ ചൊല്ലിയെന്ന കെ.വി. തോമസിന്റെ കുമ്പളങ്ങി മുതൽ ചെങ്കോട്ട വരെ എന്ന പുസ്തകത്തിൽ പറയുന്നു. കെ.വി. തോമസിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി.ജെ.പി. നേതാവ് പത്മജ വേണുഗോപാൽ രംഗത്തെത്തി. ഒരിക്കൽ ചാലക്കുടി അച്ഛൻ നിർത്താൻ അച്ഛനുള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ മുരളിയേട്ടനും കൂടി ഉണ്ട്. രണ്ടുപേർ കൂടി വേണ്ട പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പിൻവാങ്ങി. ഞാൻ പറഞ്ഞു വേണ്ട, വെറുതെ അടിയുണ്ടായി. അപ്പോൾ അച്ഛനും അത് പിന്നെ മൈൻഡ് ചെയ്തില്ല. ആ സംഭവത്തിനെയാണ് പറയണത്. പോയി സോണിയാഗാന്ധിയുടെ അടുത്ത് സംസാരിച്ചു. എൻ്റെ സോണിയാഗാന്ധിയുടെ അടുത്ത് സംസാരിക്കാൻ കെ കരുണാകരൻ വേറെ ആരുടെങ്കിലും സൗജന്യം വേണം. എൻ്റെ പിതാവ് ക്ഷീണിതനായപ്പോൾ ശ്രീ കെ.വി. തോമസ് നേരെ ആൻ്റിയുടെ അടുത്തേക്ക് പോയി. ഇവിടെ നിന്നുള്ള ന്യൂസുകളൊക്കെ അവിടെ കൊണ്ടു കൊടുക്കുക. അങ്ങനെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം കാണാൻ ഇത്രയും നുണ പറയുന്ന അല്ലെങ്കിൽ മനസാക്ഷി ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ശ്രീ കെ.വി. തോമസ്. സത്യങ്ങളിപ്പോൾ എഴുതുകയാണെങ്കിൽ കെ.വി. തോമസിനൊക്കെ എഴുതുകയാണെങ്കിൽ എഴുതുന്ന പേന പോലും വൃത്തികേട് ഇതാവും, മോശമാവും. അത്രയും മോശം ചരിത്രമുള്ള മനുഷ്യനാണ്. എഴുതിയതെല്ലാം വസ്തുതയാണെന്നും ആരെയും അപമാനിച്ചിട്ടില്ലെന്നുമാണ് കെ.വി. തോമസിന്റെ വിശദീകരണം. പുസ്തകം മുഴുവൻ വായിക്കാതെയാണ് പത്മജ അഭിപ്രായം പറഞ്ഞതെന്നും കെ.വി. തോമസ് 24-നോട് പറഞ്ഞു. ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞേ പറ്റൂ. ആ പറഞ്ഞത് എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആരും പിന്നെ പുസ്തകം മുഴുവൻ ആരും വായിച്ചിട്ടില്ല. അതിൻ്റെ സ്പിരിറ്റ് ഉണ്ട് ആ ബുക്കിൻ്റെ സ്പിരിറ്റ് കണ്ടാൽ ഒരിക്കലും ലീഡറെ തള്ളി പറഞ്ഞിട്ടില്ല, പത്മജയെ തള്ളി പറഞ്ഞിട്ടില്ല, മുരളിയെ തള്ളി ആരെയും തള്ളി പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടും ഞാൻ എഴുതുമ്പോൾ ചിലപ്പോൾ തെറ്റാവാൻ ശരിയാവും, അത് വേറെ കാര്യം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് യാഥാർത്ഥ്യമാണ്. ഒരിക്കലും ആരെയും വേദനിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. പത്മജയെയോ മുരളിയോ വേദനിപ്പിക്കാൻ ഒരു താല്പര്യമുണ്ടാകും. വിപിൻ സി വിജയൻ ചേരുകയാണ്. വിപിൻ, പറഞ്ഞതിൽ എഴുതിയതിൽ ഉറച്ചു നിൽക്കുന്നു കെ.വി. തോമസ്, അതിനെ പൂർണ്ണമായും തള്ളുന്നു പത്മജ. എന്തായാലും പൂർണ്ണരൂപം വായിക്കാതെയാണ് പത്മജയുടെ പ്രതികരണം എന്ന് കെ.വി. തോമസ് പറയുമ്പോൾ പൂർണ്ണരൂപം എന്താണ് എന്നത് കൂടുതൽ ആകാംക്ഷയിലേക്ക് പോകുകയും ചെയ്യുന്നുണ്ടല്ലേ? അഷിത, പ്രൊഫസർ കെ.വി. തോമസിന്റെ പുസ്തകം പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക്, വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ഇതിൽ പറയുന്ന പ്രധാനമായിട്ടുള്ള കാര്യം 2001 പത്മജ വേണുഗോപാലിന് സീറ്റ് കെ കരുണാകരൻ ചോദിക്കുന്നു. പക്ഷേ അത് നിഷേധിച്ചതിനെ തുടർന്നാണ് സോണിയാഗാന്ധിയും കെ കരുണാകരനും തമ്മിൽ ആ ഒരു അകൽച്ച ഉണ്ടായത്. പിന്നീട് അതിനുശേഷം KPCC അധ്യക്ഷനായി കെ മുരളീധരനെ നിശ്ചയിച്ചതിലും അശേഷം താല്പര്യമുണ്ടായിരുന്നില്ല സോണിയാഗാന്ധിക്ക്. പക്ഷേ അന്നത്തെ UDF സർക്കാർ സുഗമമായി മുന്നോട്ട് പോകണമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമായിരുന്നു അതിന് വഴങ്ങിക്കൊടുത്തത് എന്നുള്ളതും പറയുന്നു. അപ്പോൾ ഈ ഗാന്ധി കുടുംബവും കെ കരുണാകരനും ഏത് രീതിക്കാണ് ആ ഒരു അകൽച്ച സംഭവിച്ചത് എന്നുള്ളത് ഈ പുസ്തകത്തിൽ വിശദമായി തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് UDF സർക്കാരിന്റെ കാലത്ത് കെ കരുണാകരന്റെ മുന്നിലേക്ക് മന്ത്രിമാർ മന്ത്രിസഭയിലേക്ക് വെക്കുന്നതിന് മുൻപ് തന്നെ ഫയലുകൾ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ശീലമുണ്ടായിരുന്നു. ഇത് താൻ നിഷേധിച്ചിരുന്നു. ഒപ്പം PV നരസിംഹറാവു പ്രധാനമന്ത്രിയായ സമയത്ത് PV എന്ന് മാത്രമായിരുന്നു കെ കരുണാകരൻ വിളിച്ചിരുന്നത്. ഇത് നരസിംഹറാവുവിനെ ഇഷ്ടമല്ലായിരുന്നു. അത് അവരുടെ അകൽച്ചയ്ക്ക് കാരണമായി. ഇതാണ് പ്രധാന പോയിന്റുകളായി പറയുന്നത്. അതിൽ പത്മജ വേണുഗോപാൽ ഇന്ന് അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. കെ.വി. തോമസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് വളരെ മോശമായിട്ടായിരിക്കും. ഒപ്പം തന്നെ ഒരു ചതിയനാണ്, അച്ഛനെ ചതിച്ച ഒരാളാണ് കെ.വി. തോമസ് എന്നുവരെ പറഞ്ഞു വെക്കുന്നു. ഇതിനെ കെ.വി. തോമസ് എതിർക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു തരത്തിലും കെ കരുണാകരന്റെ മക്കളെ അപമാനിക്കാൻ ഈ പുസ്തകത്തിൽ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതും ഇത് മുഴുവൻ വായിച്ചാൽ ആ ഒരു സ്പിരിറ്റ് മനസ്സിലാകും എന്നുള്ളതുമാണ് ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ ഇടതുപക്ഷത്തോട് ചേർന്നാണ് കെ.വി. തോമസ് നിൽക്കുന്നതെങ്കിലും 4 പതിറ്റാണ്ടോളം കോൺഗ്രസിനകത്തെ ചലനങ്ങൾ, നാടകങ്ങളും അന്തർനാടകങ്ങളും എല്ലാം തന്നെ നേരിട്ട് കാണുകയും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരാളുമാണ്. അദ്ദേഹമാണ് ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും അതിന്റെ തുടർ പ്രതികരണങ്ങൾ മറ്റ് ആളുകളുടെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. അഷിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.